ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് പാലക്കാട്ടിലുള്ള കൊടുമ്പ് പഞ്ചായത്തിലെ കാഞ്ഞിരംകുന്നം എന്ന ഗ്രാമത്തിലെ ചൈത്രം എന്ന എൻ്റെ സ്വന്തം വീട്ടിൽ നിന്നാണ്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഞങ്ങളുടെ 6ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അതിൻ്റെ ഭാഗമായി ഒരാഴ്ചത്തേക്ക് ഒരു ട്രിപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ കുതിരാൻ തുരങ്കത്തിൻ്റെ മുമ്പിലെത്തിയിരിക്കുകയാണ്. ഈ തുരങ്കത്തിലൂടെയുള്ള യാത്ര എത്ര എളുപ്പമാണെന്നോ. പണ്ട് കുതിരാൻ മല കയറാൻ മണിക്കൂറുകളോളം എടുത്ത സ്ഥാനത്ത് ഇപ്പോൾ വെറും 5 മിനിറ്റ് മതി കുതിരാൻ തുരങ്കം കടക്കാൻ. ഇവിടുത്തെ ട്രാഫിക്കിൻ്റെ കുരുക്കിൽപ്പെട്ടിട്ടുള്ള കുറേ അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ട്. പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ആനന്ദ് ഭവനിൽ കയറി. ഓർഡർ ചെയ്ത ഫുഡിനായി വെയിറ്റ് ചെയ്യുകയാണ് കുഞ്ഞാറ്റ. അങ്ങനെ ഓർഡർ ചെയ്ത ദോശ കഴിക്കുന്ന സ്റ്റൈലാണ് നിങ്ങൾ കാണുന്നത്. ചമ്മന്തിയിൽ മുക്കി, ചട്നിയിൽ മുക്കി, സാമ്പാറിൽ മുക്കി. ഇനി എന്നാൽ പിന്നെ കഴിക്കാം. അങ്ങനെയാണ് കുഞ്ഞാറ്റ ദോശ കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങൾ യാത്ര വീണ്ടും തുടങ്ങി. ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത് ഹരിപ്പാടിലുള്ള PWD റെസ്റ്റ് ഹൗസിലാണ്. യാത്ര വീണ്ടും തുടർന്ന് ആലുവ എത്താറായിരിക്കുകയാണ്. ആലുവ മുതൽ ഇടപ്പള്ളി വരെ പതിവ് പോലെ വളരെയധികം ട്രാഫിക് ഉണ്ടായിരുന്നു. അതിലൂടെ ഞങ്ങൾ പതുക്കെ ഇഴഞ്ഞ് ഇടപ്പള്ളി എത്തി. കഴിഞ്ഞ തവണ ഇതേ വഴിയിലൂടെ പത്തനംതിട്ടയിലേക്ക് പോകുന്ന സമയത്തും ഇതേ രീതിയിലുള്ള ട്രാഫിക് അനുഭവിച്ചിരുന്നു. അവസാനം വൈറ്റിലയും കടന്ന് അരൂർ സൈഡിലേക്ക് യാത്ര തുടർന്നു. പിന്നീട് ഹോട്ടൽ ഗ്രാൻഡ് ആലപ്പിയുടെ ഭാഗമായ റൈസ് ബോട്ട് റെസ്റ്റോറൻറ്റിലാണ് ലഞ്ച് കഴിക്കാൻ കയറിയത്. ഈ റെസ്റ്റോറൻറ്റിൽ അത്യാവശ്യം നല്ല ആംബിയൻസൊക്കെ ഉണ്ടായിരുന്നു. നല്ല മട്ടേരി ചോറും 10 കൂട്ടം കറികളും ചേർന്ന ഒരു അൺലിമിറ്റഡ് മീൽസാണ് ഞങ്ങൾ കഴിച്ചത്. ഒരു അടിപൊളി പായസവും കൂടെ ഉൾപ്പെടുന്നതായിരുന്നു ഈ മീൽസ്. ലഞ്ചിന് ശേഷം PWD റെസ്റ്റ് ഹൗസ് ഹരിപ്പാടിലേക്കാണ് നേരെ ഞങ്ങൾ ചെന്നത്. വീഡിയോയിൽ കാണുന്ന ഹരിപ്പാടുള്ള ഈ റെസ്റ്റ് ഹൗസ് അത്ര വലിയ സെറ്റപ്പൊന്നുമല്ല, പക്ഷേ ലെസ് എക്സ്പെൻസീവ് ആണ്. പിന്നെ പാർക്കിംഗ് സൗകര്യം ധാരാളമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്ലേസ് ചൂസ് ചെയ്തത്. റെസ്റ്റ് ഹൗസിൻ്റെ കെയർടേക്കറായ അഭിജിത്തിനെ പരിചയപ്പെട്ടു. അവൻ കുറേ സജഷൻസ് പറയുന്നുണ്ടായിരുന്നു. ട്രിവാൻഡ്രം പോകുമ്പോൾ എന്തെല്ലാം സ്ഥലങ്ങൾ കാണാം, ഏത് ഫസ്റ്റ് പോകണം, ഏത് ലാസ്റ്റ് പോകണം എന്നിങ്ങനെ കുറേ സജഷൻസ് അവൻ തന്നു. പിന്നീട് അഭിജിത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ വലിയഴീക്കൽ ബീച്ചിലേക്ക് പോയി. ഏകദേശം 22 കിലോമീറ്റർ അകലെയുള്ള ഈ ബീച്ച് കൊല്ലം പോകുന്ന വഴി തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. വലിയഴീക്കൽ ബീച്ചിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ പുതുതായി വന്ന ഒരു പാലമാണ്. ഞങ്ങൾ അഴീക്കൽ ബീച്ചിലെത്തുമ്പോൾ ഏകദേശം 6 മണി 6:30 ആയതുകൊണ്ട് ഞങ്ങൾക്ക് ബീച്ചിൻ്റെ സൗന്ദര്യം നല്ല വെളിച്ചത്തോടെ കാണാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും ഞങ്ങൾ എന്നാൽ അഴീക്കൽ ബീച്ചിൻ്റെ അടുത്തുള്ള പുതിയ പാലത്തിലൂടെ കയറി യാത്ര ചെയ്യാമെന്ന് കരുതി. ഞങ്ങൾ പാലത്തിലൂടെ കയറിയപ്പോൾ ഞങ്ങൾ കണ്ടത് 2 സൈഡും ലൈറ്റെല്ലാം തെളിയിച്ച് നല്ല ഭംഗിയുള്ള ഒരു വൈബാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നെ ആ പാലത്തിൻ്റെ ഒരു വളവിലൂടെ വളച്ച് വണ്ടിയെടുക്കാൻ നല്ല രസമായിരുന്നു. പിന്നെ ആ പാലത്തിലൂടെ കയറി തന്നെ ഞങ്ങൾക്ക് ഹരിപ്പാട് പോകാൻ പറ്റുന്ന ഒരു വഴിയുണ്ടായിരുന്നു. ആ വഴി ഞങ്ങൾ ഹരിപ്പാടിലേക്ക് തിരിച്ചു. വരുന്ന വഴി ഞങ്ങൾ താസ എന്ന റെസ്റ്റോറൻറ്റിൽ കയറി ഡിന്നറും കഴിച്ചു. നേരെ ഹരിപ്പാട് റെസ്റ്റ് ഹൗസിലേക്ക് തിരിച്ചു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതോടുകൂടി ട്രിപ്പിൻ്റെ ഡേ 1 വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.